പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ എല്ലാ സംഗമവും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുവാൻ ബഹുമാനപ്പെട്ട എംഎൽഎ കെ മുരളീധരനെ ക്ഷണിക്കുക. പ്രിയപ്പെട്ട ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായ എൻ്റെ സുഹൃത്ത് വിദ്യാർത്ഥി സഹോദരമാശം നവാസ് കരിക്കൂടി, വേദിയിലുള്ള മുഖ്യ പ്രഭാഷണം നടത്തുന്ന മുഹമ്മദ് ഷാഫി ഫൈസി, വൈസ് പ്രസിഡന്റ് ശ്രീമതി രേഖാകുമാരി, ഫാത്തിമ ഇബ്രാഹിം, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുരേഷ് കുമാർ, എം മണികുമാർ, ഒപ്പം ഉണ്ണികൃഷ്ണൻ, CPM നേതാവ് RS സുനിൽ, മാണിക്യ സർവീസ് ബാങ്ക് പ്രസിഡന്റ് ഷാജു, BJP നേതാവ് സുരേന്ദ്രൻ പുരോഗം, INTSയുടെ നേതാവ് പൊളിമോൻ അഷ്റഫ്, പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം റമദാൻ പ്രത്യേകത പുണ്യത്തിൻ്റെതാണ്, കാരുണ്യത്തിൻ്റെതാണ്, സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെയാണ്. റമദാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനത്തിന് വലിയ അർത്ഥതലങ്ങളുണ്ട്. നമ്മൾ ഒരു ദിവസം ഒരു മാസം തുടർച്ചയായി പകൽ മുഴുവൻ പട്ടിണിയാവുകയാണ്. പട്ടിണിയുടെ കാഠിന്യം മനുഷ്യൻ തിരിച്ചറിയുക എന്നുള്ളത് മാത്രമല്ല, ഈ ഫാസ്റ്റിംഗ് കൊണ്ട്, ഉപവാസം കൊണ്ട് ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുക. ഒരുപക്ഷെ ഇത്തരത്തിൽ റമദാൻ മാസത്തിൽ വ്രതാനുഷ്ഠാനവും അതോടൊപ്പം തന്നെ കാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തണം എന്ന് നബി തിരുമേനി ക്ഷണിച്ചത് മാനവ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ്. ഏത് മതത്തിൻ്റെയും അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് മനുഷ്യരുടെ നന്മയാണ്, മാനസികമായ അഭിവൃദ്ധിയാണ്, പരസ്പര സ്നേഹമാണ്. കാരുണ്യത്തോടുകൂടി സഹവാസികളെ കരുതുക എന്നുള്ളതാണ്, കരുതലോടെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. സദക്ക, ദാനം, പ്രത്യേകിച്ച് ദീനികൾക്ക് നൽകുക എന്നുള്ളത് ഏതൊരു ഇസ്ലാമിൻ്റെയും ജീവിത വ്രതമാക്കണം എന്നാണ് നബി തിരുമേനി പഠിപ്പിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇസ്ലാം മതം മാത്രമല്ല, ലോകത്തെ ഏത് മതസിദ്ധാന്തങ്ങളെ എടുത്ത് പരിശോധിച്ചാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യസ്നേഹവും പരസ്പര ധാരണയും നന്മയും ഉള്ളടങ്ങിയിട്ടുണ്ട് എന്നതാണ്. പക്ഷെ ലോകത്ത് പലപ്പോഴും ഈ മതത്തെ ആയുധമാക്കിക്കൊണ്ട് വിദ്വേഷത്തിന്റെ വാളാക്കി മതത്തെ മാറ്റാൻ, വിദ്വേഷത്തിന്റെ പരിചയാക്കി മതത്തെ ഉയർത്താൻ ഒക്കെ പരിശ്രമം നടത്തണം. അത് മതത്തെ വർഗീയമായി ചിത്രീകരിക്കണം, അത് ദുർവ്യാഖ്യാനം ചെയ്യണം. അതുകൊണ്ട് മനുഷ്യർക്കാർക്കും നന്മയുണ്ടാകാൻ പോകുന്നില്ല എന്ന് അനുഭവത്തിലൂടെ ലോകത്തിന് മനസ്സിലായിട്ടുണ്ട്. എങ്കിലും അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ഇന്ന് ലോകത്തൊരു മുനമ്പിൽ പാരായണം ചെയ്യപ്പെട്ട് അധിവസിക്കാൻ നിർബന്ധപ്പെട്ട ഒരു ജനവിഭാഗത്തെ ഉന്മൂലനാശം ചെയ്യാൻ ഒരുപ്പെടുകയാണ്. എന്ത് പ്രയോജനമാണ് ഇത് ലോകത്തിന് നൽകുന്നത് എന്ന് നമ്മൾ തുറന്ന് ചിന്തിക്കട്ടെ. ഒരു ജനവിഭാഗത്തെ അവരുടെ ജന്മദേശത്ത് ചാട്ടിപ്പായിച്ച് ഒരു കടമുനമ്പിലേക്ക് തള്ളിവിട്ടു. അവിടെ ജനിച്ചു വീഴുന്ന കുട്ടികളെ എല്ലാം കൊന്നൊടുക്കാൻ യാതൊരു മടിയുമില്ലാതെ സാമ്രാജ്യ നിഷ്ഠൂരത വളർന്നു വരുന്നു. ലോകം മുന്നോട്ട് എന്ന് നമുക്ക് പറയാനാവില്ല. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് യുദ്ധക്കൊതിക്കൊണ്ട കുറെ സാമ്രാജ്യ ശക്തികളാണ്. അവർക്ക് കച്ചവടമാണ്. പണാധിഷ്ഠിതമായ, ലാഭാധിഷ്ഠിതമായ ഒരു സാമൂഹ്യ സംവിധാനത്തിൽ ഇതൊക്കെ നടന്നു വരികയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യം ബഹുസ്വരതയുടേതാണ്. വിവിധ ഭാഷകൾ, സംസ്കാരങ്ങൾ, ഭക്ഷണ രീതികൾ ഒക്കെ അടങ്ങുന്ന എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു നാട്.
ഇവിടെ പരസ്പരം വെട്ടിവരിക്കാൻ പ്രേരിപ്പിച്ചാൽ ഈ നാട് തന്നെ ഉണ്ടാവും, മനുഷ്യകുലം ഉണ്ടാവും. ഏതെങ്കിലും ഒരു പ്രദേശത്ത് താമസിക്കുന്നവർ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലോ മറ്റേത് സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലോ ന്യൂനപക്ഷമായി പോയി എന്നുള്ളത് കൊണ്ട് അവരെ നമുക്ക് അട്ടിപ്പയക്കാനാകും. അതുകൊണ്ടാണ് ഇന്ത്യ പിറന്നപ്പോൾ ബഹുസ്വരതയുടേതായ ഒരു ഭരണഘടന, ജനാധിപത്യം ഊന്നി പറയുന്ന ഒരു ഭരണഘടന, പിന്നീട് അതിൽ എഴുതി ചേർക്കപ്പെട്ടത് മതസൗഹാർദ്ദവും മതേതരത്വവും സെക്കുലർ അതുപോലെ സ്ഥിതിസമത്വവുമാണ്. എല്ലാം തുല്യരായി കാണുന്ന ഒരു രാജ്യം. ഇവിടെയും വർഗീയതയുടെ വിദ്വേഷം വരുത്താൻ ശ്രമിക്കുന്നവരുണ്ട്. ഈ പുണ്യമാസത്തിൽ ഞാൻ നിങ്ങളുമായി ഈ വിചാരങ്ങൾ പങ്കുവയ്ക്കുന്നത്, പ്രിയപ്പെട്ടവരെ, നമുക്ക് മുന്നോട്ട് പോകാൻ ഐക്യം പരമപ്രധാനം. വിശ്വാസം നമ്മുടെ മനസ്സിന്റെ നന്മയ്ക്ക് നമുക്ക് കൂടുതൽ ഉയരാൻ, നമ്മുടെ ദുഷ്ടകൾ അകറ്റാൻ ഒക്കെ ഉപകരിക്കുന്നതാണ്. നോമ്പ് മാസത്തിൽ വ്രതമെടുത്താൽ അത് നമുക്ക് ശരീരത്തിനും മനസ്സിനും ഉണ്ടാക്കാവുന്ന ഊർജം വളരെ വലുതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ റമദാൻ മാസത്തിൽ നോമ്പ് നോക്കുന്ന ഹിന്ദുക്കളും ക്രൈസ്തവരും പോലും ഉണ്ടാവും. എണ്ണത്തിൽ കുറവായിരിക്കാം. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ഇസ്ലാമിനെ നോമ്പിൽ നിന്ന് ഇളവ് കൊടുക്കാൻ ഒരു പ്രയാസവുമില്ല. നമ്മുടെ നാടിൻ്റെ ഒരു സംസ്കാരം അതാണ്. ഓണം വന്നാൽ എല്ലാവരും ആഘോഷിക്കുകയില്ല. ക്രിസ്മസ് വന്നാൽ ജാതിമതം നോക്കാതെ നക്ഷത്രം വെട്ടിത്തൂക്കുകയില്ല. ഇതെല്ലാം പ്രസരിപ്പിക്കുന്ന ഒരു നന്മയുടെ വെളിച്ചം, അത് നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ്. ഇവിടേക്ക് ഒരിക്കലും വർഗീയ വിദ്വേഷവും വർഗീയ ചേരിതിരിവും കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെയുള്ള പ്രവണതക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതും എല്ലാ വിശ്വാസികളുടെയും കർത്തവ്യം. വിശ്വാസം സംരക്ഷിക്കപ്പെടേണ്ടതാണ്, യാതൊരു തർക്കവുമില്ല. അത് ഏതുതരം വിശ്വാസമായ അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ വിശ്വാസത്തിന് പിന്തുണമേകുന്ന മതത്തെ ഒരിക്കലും വർഗീയവൽക്കരിച്ച് വിദ്വേഷത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ ഇടയാകരുത് എന്നൊരു ജാഗ്രത ആവശ്യപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ കടന്നുപോകുന്നത്. ഞാനത് പറഞ്ഞത്, ഞാൻ MLA എന്ന നിലയിൽ കഴിഞ്ഞ 8 വർഷക്കാലം പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് മതസ്ഥാപനങ്ങളുമായും മതപ്രസ്ഥാനങ്ങളുമായും ഇടപെടാൻ സന്ദർഭം കിട്ടി. എനിക്ക് തുറന്നു പറയാൻ യാതൊരു മടിയുമില്ല. എന്റെ മണ്ഡലത്തിന്റെ മുസ്ലിം ജനവിഭാഗങ്ങൾ സഹോദര തുല്യമായിട്ടാണ് എന്നെ എപ്പോഴും ചേർത്ത് പിടിച്ചിട്ടുള്ളത്. അങ്ങനെ വ്യത്യസ്തമായ പ്രസ്ഥാനങ്ങളുമായി പരിചയപ്പെടുമ്പോൾ അതിൽ വളരെ അഭിമാനത്തോടെ ഞാൻ ഓർക്കുന്നു, ജിലാനി സ്റ്റഡി സെന്ററുമായി ബന്ധപ്പെട്ട മതശാസനകൾ വളരെയധികം സൗഹാർദ്ദപരമാണ്, സമാധാനപരമാണ്, പുരോഗമനപരമാണ്. വിശ്വാസത്തിൽ അതിന്റെ എല്ലാ അർത്ഥത്തിലും നന്മയോടെ നോക്കിക്കാണുന്ന ഒരു വിഭാഗമാണ് എന്നത് അറിയുന്നതിൽ സന്തോഷവും അഭിമാനവും ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഈ റമദാൻ മാസത്തിൽ പാവപ്പെട്ട ആളുകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് റിലീഫ് വിതരണത്തിനും ഒപ്പം ഇഫ്താർ സംഗമത്തിനും തയ്യാറായി. അതിനും ഒരു മതസൗഹാർദ്ദത്തിന്റെ എല്ലാ നന്മയും ചേർത്ത് നടത്താൻ തയ്യാറായി എന്നുള്ളത് ശ്ലാഘനീയമാണ്. അതിന് തയ്യാറായ ജില്ലാധി സ്റ്റഡി സെന്റർ ജില്ലാ കമ്മിറ്റിയുടെ അംഗങ്ങളും പ്രവർത്തകരും എല്ലാം എൻ്റെ സുഹൃത്തുക്കൾ കൂടിയാണ്. ഹിജാബാണെങ്കിൽ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള, ഹിജാബ് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന പേരെടുത്ത് പറയാവുന്ന ഒട്ടേറെ എനിക്ക് വളരെ അടുപ്പമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ പങ്കുവയ്ക്കുകയാണ്. മന്ത്രി വിളിക്കണമെന്നൊക്കെ ഞാൻ പറയുമ്പോഴും മനസ്സിൽ ഞാൻ വന്നാൽ മതിയെന്ന ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. നെടുവങ്ങാട്ടിൽ നടക്കുന്നതുകൊണ്ട് നമ്മൾ മന്ത്രി അവിടെ ഇവിടെ ശരിയല്ലോ എന്ന് ഞാൻ കൊണ്ട് സൂചിപ്പിച്ചതാണ്. അതിനവസരം തന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഇഫ്താർ സംഗമത്തിൻ്റെയും റിലീഫ് ദിനത്തിൻ്റെയും ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.
മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ജിനാനി സ്റ്റഡീസിൻ്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കൂടിയായ ഷാഫി ഫൈസിയ നേരത്തെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും സ്നേഹാഭിവാദം. ജിനാനി സ്റ്റഡി സെന്ററിൻ്റെ പ്രവർത്തനം കൂടിയായ ഞാൻ ഒരു മുഖ്യ പ്രഭാഷണം നടത്തി നമ്മുടെ വിശിഷ്ടാതിഥികളെ വേദനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ചുരുക്കം ചില വാക്കുകളിൽ ഞാൻ എൻ്റെ മുഖ്യ പ്രഭാഷണം അവസാനിപ്പിക്കും. നമ്മൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു നല്ല കാര്യം തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ദൈവനാമം ഉച്ചരിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അതിൻ്റെ അർത്ഥം റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാനിത് ചെയ്യുന്നു എന്നാണ്. റഹ്മാൻ എന്നാൽ ദൈവത്തെ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കുമൊക്കെ കരുണ ചൊരിയുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. റഹീം എന്നാൽ അനുസരിച്ചവർക്ക് മാത്രം കരുണ ചെയ്യുന്നവൻ എന്നാണ്. ആ ദൈവത്തിന്റെ നാമത്തിൽ ഞാനിത് ആരംഭിക്കുന്നു എന്നാണ് ഈ വചനത്തിന്റെ അർത്ഥം. ഇത് നമ്മൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും ഇത് പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ, ബാത്റൂമിലേക്ക് കയറുമ്പോൾ, അങ്ങനെ എന്ത് കാര്യവും നമ്മുടെ ഖുർആൻ പാരായണത്തിന്റെ ഓരോ അധ്യായങ്ങളും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കൊണ്ടാണ്. അഥവാ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും അവന്റെ ദൈവത്തെ ഓർക്കുന്നത്, സൃഷ്ടാവിനെ ഓർക്കുന്നത്, ദൈവത്തെ അനുസരിക്കുന്നവരും അനുസരിക്കാത്തവരുമായ ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരോടും കരുണ ചൊരിയുന്നവനാണ് നിന്റെ രക്ഷിതാവ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രവൃത്തികളും ആരംഭിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ ഒരിക്കലും തീവ്രവാദിയാകാൻ കഴിയില്ല. ഇസ്ലാം എന്നത് തന്നെ സമാധാനം എന്നാണ്. മുസ്ലിങ്ങൾ പരസ്പരം കാണുമ്പോൾ അവർ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് നിങ്ങൾക്ക് ദൈവത്തിന്റെ സമാധാനം ശാന്തി ഉണ്ടാകട്ടെ എന്ന്. ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ സ്വഭാവം നിങ്ങൾ സ്വീകരിക്കണേ, നിങ്ങൾ എടുത്തണിയണേ എന്നാണ് നമ്മുടെ നായകൻ വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. തഖല്ലഖൂ ബി അഖ്ലാഖില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ സ്വഭാവങ്ങൾ സ്വീകരിക്കണം. അള്ളാഹുവിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ജാതിയും മതവും നോക്കാതെ, അള്ളാഹു ഇല്ല എന്ന് പറയുന്ന ആളുകൾക്ക് പോലും ഭക്ഷണവും വായുവും വെള്ളവും ഒക്കെ കൊടുക്കുന്ന ദൈവം തമ്പുരാനാണ് നമ്മുടെ അള്ളാഹു. ആ അള്ളാഹുവിന്റെ സ്വഭാവങ്ങളാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടതെന്നാണ് പ്രവാചകൻ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ ഭൂമിയിലുള്ളവരോടെല്ലാം കരുണ ചെയ്യുക, എന്നാൽ ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ ചെയ്യും എന്നാണ് പ്രവാചക വചനം. മല്ലാ യർഹം ലാ യുർഹം, ആര് കരുണ ചെയ്യുന്നില്ലയോ അവന് കരുണ കിട്ടുകയില്ല എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ചുരുക്കത്തിൽ പരിശുദ്ധ ഇസ്ലാം അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ കാരുണ്യം പഠിപ്പിക്കുന്ന മതമാണ്. ഈ ഇസ്ലാമിൽ തന്നെ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു മേഖലയാണ് ആത്മീയ മേഖല എന്ന് പറയുന്നത്. അഥവാ ജിനാനി സ്റ്റഡി സെന്ററിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ ഷേഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിസ്തി മഹാനവറുകളും
അവിടുത്തെ ഇപ്പോഴത്തെ പിൻഗാമിയായ ഡോക്ടർ ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാഹ് ഖാദിരി മഹാനവറുകളും പഠിപ്പിക്കുന്നത് ലോക സമൂഹത്തോടും, അത് മനുഷ്യരോട് മാത്രമല്ല മറ്റ് ജീവജാലങ്ങളോടും കാരുണ്യം കാണിക്കുന്നതിനെ പറ്റിയാണ്. നമ്മുടെ ജീലാനി പള്ളിയിൽ, ആലുവ ജീലാനി പള്ളിയിൽ ഒന്നാം നിങ്ങൾക്ക് കാണാം, അവിടെ ഹൗദിന്റെ ആ മൂലയിൽ ഒരു കിളിക്കൂട് എന്ന് പറഞ്ഞാൽ പള്ളി പണിയുന്ന സന്ദർഭത്തിൽ ഒരു കിളി കൂട് വെച്ചതാണ്. അപ്പൊ അവിടെ തേച്ച് വൃത്തിയാക്കേണ്ടതുണ്ട്, സിമന്റ് തേക്കേണ്ടതുണ്ട്. പക്ഷെ മഹാൻ പറഞ്ഞു ആ കൂടിന് ഒരു കേടുപെടുത്തേണ്ട, അതിന് ചുറ്റുഭാഗവും തേച്ച് വൃത്തിയാക്കിയാൽ മതി. ആ കുഞ്ഞ്, ആ പക്ഷി വളരെ പ്രതീക്ഷയോടെയാണ് ഇവിടെ ഒന്ന് കൂട് വെച്ചത്. നമ്മുടെ പള്ളിപ്പണി പൂർത്തിയാക്കണം എന്നതുകൊണ്ട് ആ കൂടിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, എടുത്തു നശിപ്പിക്കരുത്, അതവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അതുകൊണ്ട് കുറെ നാൾ ആ കുഞ്ഞ് അതിന്റെ തലമുറകളെയൊക്കെ വിരിച്ച് ഇപ്പൊ അത് പോയി തോന്നുമ്പോൾ കാണുന്നില്ല. അപ്പൊ ഇങ്ങനെ മനുഷ്യരോടും മറ്റ് ജീവികളോടും ഒക്കെ കരുണയോട് പെരുമാറണം എന്ന് പഠിപ്പിച്ച മഹാനാണ് ജീലാനി സ്റ്റഡീസിന്റെ എന്ന സംഘടന ഇവിടെ സ്ഥാപിച്ചത്. മഹാനവറുകൾ ആത്മീയ ഗുരു എന്ന് പറയുമ്പോൾ ഈ ദുനിയാവിലെ, ഈ ലോകത്തെ പ്രയാസങ്ങൾ മാത്രം മാറ്റലല്ല, നമുക്കൊരു മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെന്ന് മാത്രമല്ല ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതത്തെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോ ആ ലോകത്തെത്തുമ്പോഴും നിങ്ങൾക്ക് സമാധാനം കിട്ടണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സ് ശുദ്ധിയാക്കണം. ആ മനസ്സ് ശുദ്ധിയാക്കാതെ വരുമ്പോഴാണ് നിങ്ങൾ പലപ്പോഴും തീവ്രവാദിയായി പോകുന്നത്. ഇതാണ് മഹാനവറുകൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ സ്വഭാവങ്ങൾ സ്വീകരിക്കണമെങ്കിൽ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ മനസ്സാണ്. നിങ്ങളുടെ മനസ്സിൽ മൃഗീയ സ്വഭാവങ്ങളുണ്ടാവും. അതിനെ പിഴുതു മാറ്റാനുള്ള മരുന്നാണ് ഞാൻ തരുന്നത്. ആയതുകൊണ്ട് അതിന് താല്പര്യമുള്ള ആളുകളോടൊക്കെ എന്നെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അവരോട് വന്നോട്ടെ, ലോകത്തിൽ കുറഞ്ഞ കാലം മനുഷ്യർ സമാധാനത്തോടെ ജീവിച്ചോട്ടെ, തുടർന്നുള്ള മരണശേഷമുള്ള ജീവിതവും അവർ സന്തോഷമാക്കട്ടെ എന്നാണ് മഹാനവറുകൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ആയതുകൊണ്ട് തന്നെ അവിടുത്തെ അധ്യാപനങ്ങൾ ഇന്ന് ലോകം ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിയ ബഹുമാന്യനായ MLA, വാർഡ് മെമ്പർ തുടങ്ങിയുള്ള രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ പ്രമുഖരെ ഇരുത്തി കൂടുതൽ വിഷമിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും നമ്മുടെ ജീലാനി സ്റ്റഡീസിന്റെ എന്താണ് എന്ന് ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. ഈ പ്രവർത്തനങ്ങൾ കേരളത്തിലുടനീളം സംസ്ഥാന വ്യാപകമായി സ്റ്റഡീസിന്റെ നടത്തുന്ന റിലീഫ് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ നേരത്തെ ബഹുമാന്യനായ MLA സൂചിപ്പിച്ചതുപോലെ നോമ്പെടുക്കുന്നത് തന്നെ പാവപ്പെട്ട മനുഷ്യരോട് നമ്മൾ അതിന്റെ പ്രയാസം മനസ്സിലാക്കുമ്പോൾ അതിന്റെ വിശപ്പ് മനസ്സിലാക്കി മറ്റുള്ളവരോട്, പാവപ്പെട്ട ആൾക്കാരോട്, വിശക്കുന്നവരോട് കരുണ കാണിക്കാനുള്ള മനസ്സ് അവരുണ്ടാക്കിയെടുക്കൽ അതിൻ്റെ ഒരു ഭാഗമാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അതൊന്നുമല്ല എങ്കിലും അത് മനുഷ്യരോട് ദയ കാണിക്കാൻ ഇവനെ പ്രാപ്തനാക്കുന്ന ഒരു ഘടകം കൂടിയാണ് നോക്കിലുള്ളത്. അപ്പോൾ ആ പരിശുദ്ധ റമദാനിലാണ് ഈ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ എല്ലാ സംഘടനകളും കൂടുതൽ പ്രാമുഖ്യം കൽപ്പിക്കുന്നത്. അതിന്റെ പേരിൽ ആണ് നമ്മുടെ ജീലാനി സ്റ്റഡീസിലൊക്കെ ഇപ്പോൾ ഈ പരിപാടി നടത്തിയിരിക്കുന്നത്. ഇതൊരു ദൈവത്തമ്പുരാൻ സ്വീകരിക്കുന്ന പ്രവർത്തനമായി കബൂലാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. ജീലാനി സ്റ്റഡീസ് സെന്റർ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ച് ചെറിയൊരു കാര്യം സൂചിപ്പിക്കുന്നു. ആളെണ്ണം കൊണ്ട് വളരെയേറെ ചെറിയ സംഘടനയാണ്. എന്നാൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം വളരെ വലുതാണ്. മനുഷ്യർക്കിടയിൽ മതിൽക്കെട്ടുകളില്ല എന്നുള്ള വളരെ വിശാല ഒരു ആശയം മുന്നിൽ വെച്ചുകൊണ്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത്. ഇവിടെ സൂചിപ്പിച്ച പോലെ മനുഷ്യരെന്ന് പറയുന്നത് എല്ലാവരും ഒരേ സൃഷ്ടി തന്നെയാണ്, ഒരേ രൂപം തന്നെയാണ്, ഭാവം തന്നെയാണ്, വികാരം തന്നെയാണ്. നമ്മളെ സംബന്ധിച്ച് കാഴ്ചപ്പാടും അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ വേണ്ടി, സക്ഷമീകരിക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ഈ റിലീഫ് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ആലോചിച്ചപ്പോൾ ഈ ചെറിയ സംഘടനകൾ അവരാൽ കഴിയുന്ന ചെറിയ സഹായം വിട്ടുകൂട്ടി പരമാവധി അർഹരായ ആൾക്കാരിലേക്ക് ഇത് എത്തണം എന്നുള്ള ഒരു ചർച്ച വന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്
മറ്റ് നാടുകളിൽ നിന്നോ ആൾക്കാരിൽ നിന്നോ പിരിവൊന്നും എടുക്കാതെ തന്നെ സ്വയം ഇതിന് രംഗത്തിറങ്ങി അത് സ്വരുക്കൂട്ടി ചെയ്ത കുറച്ച് ഭക്ഷ്യധാന്യങ്ങളാണ് വിതരണം ചെയ്യുന്നത്. അപ്പോൾ അത് ഇനി ആ വിതരണം ചെയ്യലെന്ന ചടങ്ങാണ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട MLA അതിനുവേണ്ടി ക്ഷണിക്കുന്നു. പേരുകൾ വായിക്കാം. പേരുകൾ വായിക്കുന്നവരൊക്കെ അവർ ഒന്ന് സന്തോഷത്തോടുകൂടി ഏറ്റുവാങ്ങണമെന്ന് അറിയിക്കുക. സരിത, സരിത, സരിതയോ സരിതയുടെ വീട്ടിൽ നിന്ന് വന്ന ആരോഗ്യമോ അതുകൊണ്ട് ഏറ്റുവാങ്ങും. ഉഷ, ശകുന്തള, ശകുന്തള, ശകുന്തളയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ആരാ വന്നത്? ശകുന്തളയുടെ വീട്ടിൽ നിന്ന് ഗോമതി, ഗോമതി, ദേവിയമ്മ, ദേവിയമ്മ, രാധ, രാധ, ഷാനിഫ, ഷാനിഫയും കൂടി പറഞ്ഞു. ഓമന, ഓമന, ബാരിഷ ബീവി, ബാരിഷ ബീവി, കൃഷ്ണമ്മ, കൃഷ്ണമ്മ, കൃഷ്ണമ്മ അമ്മയ്ക്ക് നട ശ്രീകാന്ത്, ശ്രീകാന്ത്, മഹേഷ് പാറയ്ക്കൽ, മഹേഷ് പാറ, ഒരു ചികിത്സാ സഹായം കൂടി ഉണ്ട്. സരോജിനി എന്ന് പറയുന്ന ഒരു സഹോദരി ചികിത്സാ സഹായം കൂടിയുണ്ട്. സരോജിനിയുടെ ബന്ധുവാണ് അത് ഏറ്റുവാങ്ങുന്നത്. മകൻ കബീർ, കബീർ, കുമ്മണംകോട് കബീർ കൈപ്പറ്റോ ഒന്നാമത്തെ. സബീന, സുലൈമാൻ, സുലൈമാൻ, അസ്ലം, അസ്ലം, സലാഹുദ്ദീൻ,
അബ്ദുൽ കരീം, കരിക്കുഴിയിൽ അബ്ദുൽ കരീം. നാസർ, നാസർ കരിക്കുഴി. അബൂ സാലിം, റാഹില, സൗദ ബീവി, പുറക്കൂടൽ സൗദ ബീവി. റംല ബീവി, നസീമ, നസീമ. സൗദ ബീവി, റംല ബീവി, നസീമ. സാറിന്റെ ഒരാൾ കൂടെ ഉണ്ടല്ലോ. പുറത്തോട് സൗദാബേലി, റംലാബേലി, നസീമ. അവളും വാങ്ങി യൂണിറ്റ് ചേർന്ന് വാങ്ങണേ. നെടുവങ്ങാട് മുഹമ്മദ് സഹീർ, ഷരീഫ്, ബാദുഷ, ഉബൈദത്ത് ബീവി, ഉബൈദത്ത് ബീവി, ഉബൈദത്ത് ബീവി, ഉബൈദത്ത് ബീവി. ഷാൻ ബാഷ, ഷാൻ ബാഷ. ഫാസില ബീവി, ഫാസില ബീവി. ബഷീർ, ബഷീർ, യൂണിവേഴ്സിറ്റി ബഷീർ. ബഷീർ. ആമിന, ആമിന. ഷമീന, ഷമീന. ആരിഫാബി, ഗംബായ, ആരിഫാബി. മാജിദ ബേബി, ഗംബായ. ഇബ്രാഹിം, ഇബ്രാഹിം സുഹല എന്നൊക്കെയാണ് യൂണിറ്റ് ആരെങ്കിലും വാങ്ങണം. സൈനുൽ അബ്ദി, കണിയാപുരം, സൈനുൽ അബ്ദി. താജുദ്ദീൻ, കണിയാപുരം. കബീർ, സൈനുൽ അബ്ദി, താജുദ്ദീൻ, കബീർ. അബ്ദുൽ വഹാബ്, ആറ്റിങ്ങൽ. കണിയാപുരം വഹാബിന്റെ അബ്ദുൽ വഹാബ്, കണിയാപുരം. അബ്ദുൽ ഹമീദ്, അബ്ദുൽ ഹമീദ്. ഷാജുദ്ദീൻ, തൂക്കോയ തങ്ങൾ, തൂക്കോയ തങ്ങൾ. സലിം പാലമുക്ക്. ആസിഫ് കോന്നയ്ക്ക്, ആസിഫ് കോന്നയ്ക്ക്, കോന്നയ്ക്ക്, ആസിഫ് കോന്നയ്ക്ക്. ജസീല, ജസീല കോന്നയ്ക്ക്. റഫീഖ കോന്നയ്ക്ക്.
നമ്മളെത്തിരി വിളിച്ചത് നമ്മളെത്തിരി വരുമ്പോൾ എണ്ണം ശരിയാക്കാൻ വാങ്ങിച്ചു കൊടുത്തല്ലോ വാങ്ങിച്ചു കൊടുക്കണം. ഗോമതി നേരത്തെ പേര് വിളിച്ചതാണ്. ഗോമതിക്ക് വരണം. സാധാരണ ഗോമതി ഉണ്ടെങ്കിലും വരാൻ നേരത്തെ